ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പരിശുദ്ധ സഭ നമ്മെ 15 നോമ്പിലേക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ അനുഭവിച്ചറിയുവാൻ, ഈശോയെ മനസ്സിലാക്കുവാൻ സഭ തരുന്ന പുതിയ ഒരു കാലഘട്ടം, വലിയൊരു അനുഭവത്തിന്റെ കാലമാണ് ഈ പരിശുദ്ധ 15 നോമ്പ്. ഈ 15 നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ എത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രമിക്കും. അതിനായിട്ടുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പരിശുദ്ധ അമ്മയെ പറ്റി ഓർക്കുമ്പോൾ എളുപ്പം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു കാര്യം, വിശുദ്ധ ജോൺ പോൾ അപ്പ പഠിപ്പിച്ച അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈശോയെ പറ്റി നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സ്കൂളിൽ പഠിക്കണം. ഈശോയെ തൊട്ടറിഞ്ഞ, ഈശോയെ അനുഭവിച്ചറിഞ്ഞ, ഈശോയോടൊപ്പമായിരുന്ന അമ്മ പഠിപ്പിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കുന്നത്രയും ആർക്കും ഈശോയെ മനസ്സിലാക്കി തരുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മള് വിചിത്രമായിട്ട് എടുക്കുന്നത് മേരി ആസ് ആൻ ആർക്ക് ഓഫ് ദ കവനന്റ് എന്നുള്ള വിഷയമാണ്. അതായത് പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിന്റെ പേടകനെ. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിന്റെ പേടകമാകുന്നത്? പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിന്റെ പേടകമാകുന്നത് നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഒന്ന്, പരിശുദ്ധ അമ്മ വാഗ്ദാനത്തിന്റെ പേടകമാകുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായം 3-ാം പ്രവചനത്തിൽ മോശയെ എന്ത് ചെയ്യുക, ഒരു പേടകം ഉണ്ടാക്കി ആ പേടകത്തിൽ വെച്ച് പിന്നെ മോശയെ ഒഴുകി വിടുകയുണ്ട്. അപ്പൊ മോശ യഥാർത്ഥത്തിൽ ആരാണ്? മോശ ഇസ്രായേൽ ജനത്തെ വിമോചനത്തിലേക്ക്, അടിമത്തത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് നയിച്ച പ്രവാചകനാണ്, ലീഡറാണ്. ആരാണ്? യേശുക്രിസ്തുവിനെ പ്രത്യേകമായിട്ട് പുതിയ നിയമം ചരിത്രകാരന്മാർ, ഗ്രന്ഥകാരന്മാർ വിശേഷിപ്പിക്കുന്നത് പുതിയ മോശയാണ്. അപ്പൊ പുതിയ മോശ എന്ന് പറയുന്നത് ഈശോ തന്നെയാണ്. അപ്പൊ ഈ പുതിയ മോശയായ ഈശോയെ വഹിച്ചത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ ഉത്തരം യഥാർത്ഥത്തിൽ പേടകമായിട്ട് മാറുകയാണ്. രണ്ടാമത് വാഗ്ദാന പേടകം നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. വാഗ്ദാന പേടകം പഴയ നിയമത്തിൽ യഥാർത്ഥമായും പിതാവായ ദൈവത്തിന്റെ പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ സാമീപ്യം മനസ്സിലാക്കപ്പെട്ട സ്ഥലമാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വെച്ചിരുന്നത്? ഇന്ന് മന്നയാണ്. മന്ന എന്താണ്? യഥാർത്ഥമായും നമ്മള് പുതിയ നിയമത്തിൽ കാണുന്ന യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും വിശുദ്ധ കുർബാനയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇപ്പൊ പരിശുദ്ധ അമ്മ കുർബാനയായ ഈശോയെ ഉള്ളിൽ വഹിച്ച വാഗ്ദാന പേടകമാണ്. രണ്ടാമതായിട്ട് എങ്ങനെയാണ് കാണുന്നത്? രണ്ടാമതായിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്നത് അഹ്റോന്റെ തളർത്ത വഴിയാണ്. അഹ്റോന്റെ തളർത്ത വഴി എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? അത് സൂചിപ്പിക്കുന്നത് പൗരോഹിത്യത്തെ പറ്റിയാണ്. പുരോഹിതനായ ഈശോയെ ഉള്ളിൽ വഹിച്ച അമ്മയാണ് പരിശുദ്ധ അമ്മ. അങ്ങനെ പരിശുദ്ധ അമ്മ രണ്ടാമത്തെ വാഗ്ദാന പേടകം എന്ന് പറയുന്നു. ഇനിയും എങ്ങനെയാണ് അടുത്ത മൂന്നാമതായിട്ടുള്ള സ്ഥലം വെച്ചിരുന്നത്? നിയമമാണ്. 10 കൽപ്പനകൾ. എന്താണ് 10 കൽപ്പനകൾ? 10 കൽപ്പനകൾ യഥാർത്ഥമായും ദൈവവചനമാണ്, നിയമമാണ്. അതായത് നിയമത്തിന്റെ പൂർത്തീകരണമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിയമമായവനെ ഉള്ളിൽ വഹിച്ച വാഗ്ദാന പേടകം, വിശുദ്ധ കുർബാന ആയവനെ ഉള്ളിൽ വഹിച്ച വാഗ്ദാന പേടകം, യഥാർത്ഥമായ ആചാരത്തെ ഉള്ളിൽ വഹിച്ച വാഗ്ദാന പേടകം പരിശുദ്ധാത്മയായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പിന്റെ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാമ്മേ, മാതാവേ, ഞങ്ങൾ അങ്ങയുടെ പുത്രന്റെ തിരുശരീരം ഭക്ഷിക്കുകയും ആചാരത്തെ അനുഭവിക്കുകയും ഈ കൽപ്പനകൾ വചനം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മയിലൂടെ ഈശോയെ അനുഭവിക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ.